രാവിലെ എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ട്. ചെറുതായിട്ട് മഴയും പെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞെത്തി. ഇനി അപ്പോൾ അടുത്ത പരിപാടി കുളിയാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത ഡ്യൂട്ടിക്കായി പോകണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ഫുഡൊക്കെ കഴിച്ചു, അടുത്ത ഡ്യൂട്ടിക്കായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചെറുതായിട്ട് മഴക്കാറുണ്ട്. മഴ നല്ലവണ്ണം പെയ്തിട്ടില്ല. അപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ കൂടെയുള്ള പണിക്കാരനെ വിളിക്കണം. അപ്പോൾ അതിനു വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മഴക്കാറ് ഏത് നിമിഷവും മഴ പെയ്യാം. അപ്പോൾ ഗ്ലാസ്സിൽ ചെറുതായിട്ട് മഴത്തുള്ളികൾ വന്ന് വീണ് തുടങ്ങി. അപ്പോഴത്തേക്കും അവൻ ഇറങ്ങി വന്നു. അപ്പോൾ അവനെയും കൊണ്ട് നേരെ കച്ചവട സ്ഥലത്ത് പോയി. അവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ലുലുവിലേക്ക് പോകണം. വെളുത്തുള്ളിയും മീനുമാണ് ലുലുവിൽ നിന്നും വാങ്ങാനുള്ളത്. അപ്പോൾ കുളിക്കാത്തവർക്കൊരു സന്തോഷ വാർത്ത. സോപ്പിനും പേസ്റ്റിനും നല്ല ഒടുക്കത്തെ ഓഫറാണ്. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ കുളിക്കുന്നതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിയാണ്, അത് ഞാൻ പോയി വാങ്ങി. ഇനി അടുത്ത് നേരെ പോയത് മീൻ വാങ്ങാനാണ്. അപ്പോൾ അയല മീൻ വാങ്ങാനായിട്ടാണ് എത്തിയത്. അപ്പോൾ ഇത് ചെറിയ അയല, അത്ര നല്ലതല്ല. അപ്പോൾ കണവയുണ്ട്, പിന്നെ ചൂര മീൻ ഉണ്ട്, പിന്നെ ഞണ്ട് ഇരിപ്പുണ്ട്, പിന്നെ ഉള്ളത് കൊഞ്ചാണ്. കൊഞ്ച് ചെറിയ കൊഞ്ചാണ്, ഇത് വാങ്ങിയാൽ വലിയ പാടാണ്. അപ്പോൾ അയല മീൻ തന്നെ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇരിക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കാരൻ നമ്മുടെ നാട്ടുകാരനല്ല. പുള്ളിക്കാരൻ അകത്തുനിന്ന് പുതിയ സ്റ്റോക്ക് മീൻ കൊണ്ട് തട്ടി. അപ്പോൾ അതിൽ നിന്ന് നല്ല പിടയ്ക്കണ അയല ചെറിയ സൈസ് 2 കിലോ വാങ്ങി. അപ്പോൾ പുള്ളിക്കാരനും സന്തോഷം. വീഡിയോയിൽ വരുമെന്നൊക്കെ കേട്ടപ്പോൾ പുള്ളിക്കാരന് സന്തോഷമായി. അപ്പോൾ നല്ല മീൻ കിട്ടി. അപ്പോൾ 2 കിലോ അയല മീനും വാങ്ങി. ഇനി അധികം കറക്കമൊന്നുമില്ല, നേരെ റൂമിലേക്ക് മീൻ പൊരിക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ റൂമെത്തി അയല മീനൊക്കെ ക്ലീനാക്കി പൊരിക്കാനായി വെച്ചു. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് തീർന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.